എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1825 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ധനലക്ഷ്മി ആർ മല്ലൻ, BHMS ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി, രണ്ടാം തലമുറ ഡോക്ടർ, മുൻ DMO, എൻ്റെയും കൂടി DMO ആയിരുന്ന ഡോക്ടർ രത്നാകരൻ മല്ലൻ സാറിൻ്റെ മകൾ. ക്ലിനിക്കൽ പ്രാക്ടീസിലും അധ്യാപനത്തിനും അനുഭവം. കോയമ്പത്തൂരിലെ RVS ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ അധ്യാപികയായും റെസിഡന്റ് മെഡിക്കൽ ഓഫീസറായും ജോലി ചെയ്തിട്ടുണ്ട്. 15 വർഷത്തിലധികം അനുഭവ സമ്പത്തുണ്ട്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ആദ്യമായി വരുന്ന ഡോക്ടറെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മുലയൂട്ടലും ഹോമിയോപ്പതി ചികിത്സയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ധനലക്ഷ്മി ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. അപ്പോൾ കാണാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം മുലയൂട്ടലും ഹോമിയോപ്പതി ചികിത്സയും എന്നതാണ്. മുലയൂട്ടുന്ന കാര്യം നമ്മൾ പണ്ട് തൊട്ടേ ചെയ്തു വരുന്ന ഒരു കാര്യമാണെങ്കിലും ഇപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു അവയർനെസ്, എല്ലാവർക്കും ഒരു വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. അതെന്താന്ന് വെച്ചാൽ, പണ്ടത്തെ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്ന്. അതായത് ഒരു കുട്ടിയെ വളർത്തിയെടുക്കാൻ ഒരു നാട് മുഴുവൻ വേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണിത്. പണ്ട് ഒരവസ്ഥ ഉണ്ടായിരുന്നു, ഒരു വീട്ടിൽ തന്നെ ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടും കേട്ടും അറിഞ്ഞും ഒക്കെ എല്ലാവരും മനസ്സിലാക്കി കുട്ടികളെ വളർത്തിയും കുട്ടികൾ തന്നെ വളർന്നു വരുന്നതും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ എന്താണ്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പുറത്തു പോയ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഒരവസ്ഥയാണ്. അച്ഛനും അമ്മയും കുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടാവുക. കുട്ടിയെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ വളർത്തേണ്ടത്, കുട്ടി കരഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, കുട്ടിയെ എങ്ങനെയാണ് മുലയൂട്ടേണ്ടത്, ഒന്നും അറിയാത്ത ഒരവസ്ഥയാണ്. പറഞ്ഞു തരാനും ആരുമില്ല, ഇവർക്ക് കണ്ട് പരിചയവും ഇല്ല. ഈ ഒരു അവസ്ഥയിലാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റി പലർക്കും പല തെറ്റിദ്ധാരണകളും ഉണ്ട്. പല അമ്മമാരും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ തന്നെ മടിക്കുന്നു. എന്താണ്, അവരുടെ ഷേപ്പ്, ബ്രസ്റ്റിന്റെ സ്ട്രക്ചർ പോകും, ആ സമയത്തുള്ള സ്ട്രെസ്സ്, ആ സമയത്തുള്ള അവരുടെ ശാരീരികവും മാനസികവുമായ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്ന അവസ്ഥ, അതൊക്കെ കൊണ്ട് അവർക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിൽ മടുപ്പ് തോന്നുന്ന അവസ്ഥ. ബ്രസ്റ്റ് ഫീഡിങ് വേണോ, ഫോർമുല കൊടുത്താൽ പോരെ, കുപ്പിപ്പാൽ കൊടുത്താൽ പോരെ എന്നൊക്കെ അവർക്ക് തോന്നുന്ന, അതാണ് എളുപ്പം. കുട്ടി കരയുന്നില്ല, പെട്ടെന്ന് കയ്യിലുള്ള സാധനമുണ്ട്, കൊടുത്തു, തീർന്നു, അതാണ് എളുപ്പം. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറണം. ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാവരും അറിയണം എന്നതിൻ്റെ ഉദ്ദേശത്തോടെയാണ് ഗവൺമെന്റ് ഇന്റർനാഷണലി തന്നെ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആചരിക്കുന്നത്. അത് നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഗ്ലോബൽ തീം, ഈ വർഷത്തെ 2025 ഗ്ലോബൽ തീം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ ബ്രസ്റ്റ് ഫീഡിങ്, ഇൻവെസ്റ്റ് ഇൻ ഫ്യൂച്ചർ ആണ്. അതായത് ബ്രസ്റ്റ് ഫീഡിങ് ആണ്, കുട്ടികളാണ് നമ്മുടെ ഫ്യൂച്ചർ, അടുത്ത ജനറേഷനാണ് കുട്ടികൾ. അവര് ആരോഗ്യപരമായി വളർന്നു വരാൻ, മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും നന്നായി വളർന്നു വരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ നമ്മുടെ തീമാണ് പ്രയോറിറ്റൈസ് ബ്രസ്റ്റ് ഫീഡിങ്, ക്രിയേറ്റ് സസ്റ്റൈനബിൾ സപ്പോർട്ട് സിസ്റ്റംസ്. എന്താണ് ഈ സസ്റ്റൈനബിൾ സപ്പോർട്ട് സിസ്റ്റംസ്? നമ്മളത് പിന്നീട് പറയുന്നതാണ്. എന്നാലും അത് തുടങ്ങുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. വീട്ടിൽ തന്നെ എല്ലാവരും അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അമ്മയും കുഞ്ഞിനെയും, ഒരമ്മ ജനിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ജനിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു അമ്മയും ജനിക്കുന്നുണ്ട്. ആ ഒരു കൺസിഡറേഷൻ കൊടുത്ത്, അമ്മ ആദ്യമായിട്ടാണ്, അറിയാത്ത അവസ്ഥയുണ്ട്, സ്ട്രെസ്സിലാണ്, എല്ലാം മനസ്സിലാക്കി വീട്ടിൽ നിന്ന് തന്നെ ആ ചേഞ്ചസ് തുടങ്ങേണ്ടതാണ്.
പിന്നീടാണ് അതൊരു പബ്ലിക് ലെവലിലേക്ക് വരുന്നത്. പബ്ലിക്കിൽ നിന്നായാലും ഒരു പ്രൈവസിയോടെ ഒരു അമ്മയ്ക്ക് മുലയൂട്ടാൻ പറ്റുന്ന സാഹചര്യം സൊസൈറ്റി ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. എന്താണ് മുലയൂട്ടലിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു ഒപ്റ്റിമൽ ന്യൂട്രീഷൻ, അതായത് അമ്മയും കുഞ്ഞും ഒരു യൂണിറ്റായി വളർന്നു വരുന്നതാണ്. പ്രഗ്നൻസി തുടങ്ങുമ്പോൾ തൊട്ട് ഒരു യൂണിറ്റായി വളർന്നു വന്ന ആ അമ്മയും കുഞ്ഞും പെട്ടെന്ന് ഒരു ഡെലിവറി സംഭവിക്കുമ്പോൾ രണ്ടായി മുറിക്കപ്പെടുകയാണ്. അപ്പൊ അത് രണ്ടുപേർക്കും, അമ്മയ്ക്കും കുഞ്ഞിനും, ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയാണ്. ആ സ്ട്രെസ്സിൽ നിന്ന് അവർക്കൊരു ഗ്യാപ്പ് കിട്ടുന്ന ഒരു സംഭവം ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത് അമ്മയും കുഞ്ഞും ചേർന്നിരിക്കുന്നു, മാക്സിമം സ്കിൻ കോണ്ടാക്ട് കൊടുക്കുക, ബോണ്ടിങ് ഇമോഷണലായിട്ടും ഫിസിക്കലായിട്ടും ഡെവലപ്പ് ചെയ്യാൻ ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് സമയം പ്രയോജനപ്പെടും. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയം പോലെ തന്നെ കുഞ്ഞിന് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് അമ്മയ്ക്ക് നന്നായിട്ടറിയാം, അമ്മയുടെ ശരീരത്തിന് നന്നായിട്ടറിയാം. കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ വേണ്ട അളവിൽ വേണ്ട പോലെ കൊടുക്കാൻ അമ്മയുടെ ശരീരത്തിന് ബലമുണ്ട്. അതെന്താണ്? നമ്മളത് അമ്മയ്ക്കും അത് സപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക, അഷ്വറൻസ് കൊടുക്കുക. നിനക്കത് സാധിക്കും, നിനക്ക് പറ്റും, പേടിക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാവരും ചെയ്തു വരുന്നതാണ്, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാനും അവരെ ബോധവൽക്കരിക്കാനും ഒരു ഹോമിയോപ്പതി ഡോക്ടറിനും കഴിയണം. അതുകൂടാതെ ഡൈജസ്റ്റീവ് ഹെൽത്തിന് നല്ല രീതിയിൽ ദഹനങ്ങൾ നടക്കാൻ, മോഷൻ പാസ് ചെയ്യാൻ, അസിമുലേഷൻ നടക്കാനൊക്കെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സഹായിക്കും. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം, ബ്രസ്റ്റ് മിൽക്കിൽ ആവശ്യത്തിന് ആൻറ്റിബോഡീസ് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, അതെല്ലാം ബേബിക്ക് പ്രയോജനകരമാണ്. പിന്നെ ക്രോണിക് ആയിട്ടുള്ള ഡിസീസസ് വരാതിരിക്കാനും ബ്രസ്റ്റ് മിൽക്ക് സഹായിക്കും. നമ്മുടെ റിസർച്ചൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും ഇതിലൂടെ ബ്രസ്റ്റ് ഫീഡിങ് കിട്ടിയ കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും കിട്ടാത്ത കുട്ടികളെക്കാൾ കൂടുതലാണ്. ഇനി ബ്രസ്റ്റ് ഫീഡിങ് കൊടുത്തതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? നമുക്ക് അമ്മമാരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കണ്ടേ? എന്താണ് അമ്മമാരുടെ ബെനിഫിറ്റ്? അവരുടെ റിക്കവറി ഫാസ്റ്റർ ആവുന്നു. അതായത് യൂട്രസ് വികസിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിലീസാകുന്ന ഹോർമോൺസ് കാരണം ആ യൂട്രസ് കോൺട്രാക്റ്റായി തിരിച്ച് പ്രഗ്നൻസിക്ക് മുമ്പ് എങ്ങനെയായിരുന്നോ ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരും. പിന്നെ ഇതുപോലെ ആ സമയത്തെ ഹോർമോൺ റിലീസ് കാരണം എന്താണ്, കാലറീസ് കുറേ ബേൺ ആവുന്നുണ്ട്. മിൽക്ക് റിലീസ് ആവുന്നു, കുട്ടി മിൽക്ക് കുടിക്കുന്നു, അങ്ങനെ കുറേ കാലറീസ് ബേൺ ആയി അമ്മയുടെ വെയിറ്റ് മാനേജ്മെൻറ്റിനെയും അത് സഹായിക്കുന്നുണ്ട്. ഇനി റെഡ്യൂസ്ഡ് ഹെൽത്ത് റിസ്ക് എന്താണ്? ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ടൈപ്പ് 2 ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതിൽ നിന്നൊക്കെ അമ്മയെ ഒരു പരിധി വരെ രക്ഷിക്കാൻ ബ്രസ്റ്റ് ഫീഡിങ്ങിന് സാധിക്കും. ഇനി ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാത്തതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ അമ്മമാർ തീരുമാനിക്കുന്ന ഒരു കോസ്മെറ്റിക് ഇതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു തീരുമാനിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് അവരെ ബോധവൽക്കരിക്കാൻ ഈ റീസൺസ് അവരെ സഹായിക്കും. എന്താണ്? ആവശ്യത്തിന് വെയിറ്റ് ഇല്ലാതെ വരുന്നു, അതല്ലാതെ നമ്മൾ ബോട്ടിൽ ഫീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോർമുല ഫീഡ് ചെയ്യുമ്പോൾ ഒബീസിറ്റിയിലേക്ക് വരുന്നു, അധികം വെയിറ്റ് വരുന്നു കുട്ടിക്ക്, ആ ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു, ഉറക്കം ശരിക്ക് കിട്ടുന്നില്ല, എപ്പോഴും കരച്ചിലായിരിക്കും, ഡെവലപ്മെൻറ്റ് ശരിക്ക് വരുന്നില്ല, അമ്മയായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് ശരിക്ക് വരുന്നില്ല. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പുറമെ ന്യൂമോണിയ, ഡയറിയ, ഡയബറ്റിസ്, ഓരോ അലർജീസ്, ആസ്മ, ലുക്കീമിയ, സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോം, ഇതൊക്കെ വരാനുള്ള സാധ്യത ബ്രസ്റ്റ് ഫീഡിങ് ഇല്ലാത്ത കുട്ടികൾക്ക് കൂടുതൽ. ഇനി ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റി നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം കൊളസ്ട്രം, അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ്
ഉടനെ ആദ്യമായി വരുന്ന പാലിനെയാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. അത് വെള്ള കളറിലല്ല, ചെറുതായി മഞ്ഞ കളറിലായിരിക്കും ഉണ്ടാവുക. അതിൽ ഫാറ്റ് കൂടുതലാണ്, കൊഴുപ്പ് കൂടുതലാണ്, ആൻറ്റിബോഡീസും ന്യൂട്രിയൻസും ഒക്കെ ആ ഒരു ചെറിയ അളവ് പാലിൽ കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും ആ പാല് മിസ്സാവരുത്. ജനിച്ച 1 മണിക്കൂറിനുള്ളിൽ തന്നെ, സിസേറിയൻ ആയാലും ശരി നോർമൽ ആയാലും ശരി, 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പാല് കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവണം. ഈ 1 മണിക്കൂറിനുള്ളിൽ തന്നെ കൊടുക്കുന്നത് കൊണ്ട് ഏകദേശം 10% വരെ ഇൻഫന്റ് ഡെത്ത് തടയാൻ സാധിക്കുന്നു എന്നാണ് റിസർച്ചുകൾ തെളിയിക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴാണ് പാല് കൊടുക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് പാല് കൊടുക്കേണ്ടത്? ആദ്യത്തെ പാല് നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ കൊടുത്തു. ഇനി എപ്പോൾ കൊടുക്കണം? അത് കൂടുതലും ഡിമാൻഡ് ആൻഡ് സപ്ലൈ പോലെയാണ്. കുട്ടിക്ക് വേണം എന്ന് തോന്നുമ്പോൾ, അതായത് നമ്മളത് നിരീക്ഷിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കൊടുക്കുക. എന്തായാലും ദിവസം ഒരു 8-12 തവണ, അതായത് 8-12 ടൈംസ് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. ഒരു 15-45 മിനിറ്റ്സ് വരെ ഒരു ബ്രസ്റ്റ് ഫീഡിൻ്റെ ഒരു ഡ്യൂറേഷൻ പോവാം. അത് അഗൈൻ ഡിപ്പെൻഡിങ് ഓൺ ദ ഡിമാൻഡ് ഓഫ് ദ ചൈൽഡ്. അപ്പോൾ ഓരോ 2 മണിക്കൂർ ഇടവിട്ട്, ഏകദേശം 2 മണിക്കൂർ ഇടവിട്ട് 15 ഒരു അരമണിക്കൂർ വരെ ഡ്യൂറേഷൻ വരുന്ന രീതിയിൽ 8-12 തവണ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാവുന്നതാണ്. ഇനി രാത്രി ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കണോ എന്നുള്ള സംശയം ഉണ്ടാവും. രാത്രിയിലും കൊടുക്കേണ്ടി വരും. ചെറിയ പ്രായത്തിൽ രാത്രിയിലും കുട്ടിക്ക് വിശക്കും, വിശന്നെഴുന്നേൽക്കും, അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാം. ഉറങ്ങുന്ന സമയത്ത് അടുപ്പിച്ചൊരു 4-5 മണിക്കൂർ കുട്ടി ഉറങ്ങുകയാണ്. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ബ്രസ്റ്റ് ഫീഡ് ചെയ്യണോ? എണീപ്പിച്ച് പാല് കൊടുക്കേണ്ട അവസ്ഥയുണ്ടോ? എണീപ്പിച്ച് പാല് കൊടുക്കേണ്ടതില്ല, എന്നാലും കൊടുത്തതുകൊണ്ട് തെറ്റുമില്ല. കുട്ടി ഉറക്കത്തിൽ നിന്ന് തന്നെ കുടിച്ചോളും. ഒരു ഡ്രീം ഫീഡിങ് എന്ന് പറയും അതിനെ. ഉറക്കത്തിൽ തന്നെ കുടിക്കുന്നതിനും കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. കുടിച്ചില്ല, അധികം ഉറങ്ങുന്നു എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്താണ്, നമുക്ക് കൊച്ചിന് വിശക്കുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഒന്ന് കുറച്ചധികം അലേർട്ടായിട്ട് നിൽക്കും. പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഉടനെ ഞെട്ടുക, അല്ലെങ്കിൽ പെട്ടെന്ന് അനക്കങ്ങളൊക്കെ നിരീക്ഷിക്കുക, അതൊക്കെ കൂടുതലുണ്ടാവും. പിന്നെ റൂട്ടിംഗ് എന്ന് പറയും. നമ്മൾ ഫേസിൽ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ആ വശത്തേക്ക് വാ കൊണ്ടുവരിക. മൗത്തിങ് എന്താണ്? കൈ മുഴുവൻ വായിൽ വെച്ച് ചവയ്ക്കുക, കിട്ടുന്ന സാധനങ്ങളെല്ലാം ചവയ്ക്കാൻ നോക്കുക. അതൊക്കെ വിശപ്പിൻ്റെ ഇനീഷ്യൽ സൈൻസ് ആണ്. ഇനി ലേറ്റർ സൈൻ എന്താണ്? കരച്ചിൽ കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ? വിശന്നിട്ടാണ് കുട്ടി കരയുന്നത്. ശരിക്കും ആ വിശന്ന് കരയുന്ന അവസ്ഥയിലേക്ക് വരാതെ ആദ്യത്തെ ആ ക്യൂസ് കാണുമ്പോൾ തന്നെ നമ്മൾ കുട്ടിക്ക് വിശക്കുന്നു എന്ന് മനസ്സിലാക്കി പാല് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കരയുന്ന ടെൻഡൻസി, ഹാബിറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തു വരുന്നതാണല്ലോ. അപ്പോൾ കുട്ടിക്ക് കരഞ്ഞാൽ പാല് കിട്ടുന്നു എന്ന് കുട്ടി പഠിക്കുമ്പോൾ കൂടുതൽ കരയുന്നു. നമ്മുടെ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ കുട്ടികൾ കരയുന്നതിൻ്റെ കാരണം ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ കരയാൻ വെയിറ്റ് ചെയ്യാതെ ഇനീഷ്യൽ ആ ക്യൂസ് വരുമ്പോൾ തന്നെ കുട്ടിയെ ഫീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് ഈ ലാച്ചിങ്, അതായത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യേണ്ടത്? ആദ്യം ശ്രദ്ധിക്കേണ്ടത് ലാച്ച് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എന്താ കുറ്റി എന്ന് പറയും, വാതിലിനൊക്കെ കുറ്റി ഇടില്ലേ, അതുപോലെ ടൈറ്റ് ഗ്രിപ്പിനെയാണ് ലാച്ച് എന്ന് പറയുന്നത്. ആ ലാച്ച് എങ്ങനെയായിരിക്കണം? കുട്ടിയുടെ വായ്ക്കകത്ത് ഏരിയോള, അതായത് ബ്രസ്റ്റിൻ്റെ ഡാർക്കായ ഭാഗം, നിപ്പിൾ എന്ന് പറയുന്നത്, നിപ്പിൾ ആൻഡ് ഏരിയോള മാക്സിമം കുട്ടിയുടെ വായ്ക്കകത്തോട്ടിരിക്കണം. അതാണ് ഒരു ശരിയായ ലാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ്, അതായത് പാല് പുറത്തോട്ട് വരുന്നത്, കുട്ടിയുടെ വായിലേക്ക് വരുന്നത്, അതൊരു മെക്കാനിക്കൽ പ്രോസസ്സ് അല്ല. കുട്ടി കടിക്കുന്നത് കൊണ്ട് ഉള്ള ആ ഒരു പ്രഷർ കൊണ്ടല്ല പാല് പുറത്ത് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അതിൻ്റെ കാരണം? കുട്ടി സക്കിള് ചെയ്യുമ്പോൾ പ്രൊലാക്റ്റിൻ എന്ന ഒരു ഹോർമോൺ റിലീസ് ആവുന്നു. ആ ഒരു പ്രൊലാക്റ്റിൻ ഹോർമോൺ കാരണമാണ് മിൽക്ക് താഴോട്ട് ഇറങ്ങി വരുന്നത്. അതായത് കുട്ടി വലിച്ചെടുക്കുന്നതല്ല, പാല് ഇറങ്ങി വരുന്നതാണ്. മിൽക്ക് ലെറ്റ് ഡൗൺ എന്ന് പറയും അതിനെ. അപ്പോൾ കുട്ടി ശരിയായി സക്കിള് ചെയ്താൽ മാത്രമേ ഈ പ്രൊലാക്റ്റിൻ റിലീസ് ആവുകയുള്ളൂ, എന്നാൽ മാത്രമേ കുട്ടിക്ക് പാല് കിട്ടുകയുള്ളൂ.
പിന്നെ നമ്മൾ എങ്ങനെയാണ് കുട്ടി പാല് ശരിക്ക് വരുന്നില്ല അല്ലെങ്കിൽ കൂടുതൽ വരുന്നു, ആ ഒരു 2 to 4 വീക്സ് എടുക്കുന്നുണ്ട് ശരിക്ക് ആ ഒരു റെഗുലറൈസ് ആയി വരാൻ. എന്നാലും നമുക്ക് പറയാം, ജനറലി പറയാവുന്നത് സപ്ലൈ ഈസ് ഈക്വൽ ടു ഡിമാൻഡ് എന്നാണ്. അതായത് കുട്ടി എത്രത്തോളം വലിച്ചു കുടിക്കുന്നോ അത്രയും മാത്രമേ പാല് വരുന്നുള്ളൂ, അല്ലെങ്കിൽ അത്രയും പാല് വരുന്നുണ്ട്. അപ്പോൾ അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. കുട്ടിക്ക് എത്ര ആവശ്യമുണ്ട് അത്രയും കുട്ടി ശരിക്ക് സക്കിൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് അത്രയും തന്നെ പ്രൊഡ്യൂസ് ആവും. ഇനി വേറെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഫോർ മിൽക്കും ഹൈൻഡ് മിൽക്കും. എന്താണ് ഫോർ മിൽക്ക്, ഹൈൻഡ് മിൽക്ക്? നമ്മൾ ഫോർ ഹൈൻഡ് എന്ന ആ ഒരു ടേം കൊണ്ട് തന്നെ മനസ്സിലാവും. ഫോർ മിൽക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള മിൽക്കിനെയാണ് ഫോർ മിൽക്ക് എന്ന് പറയുന്നത്. ഹൈൻഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ പുറകിലുള്ള പിന്നീട് വരുന്ന മിൽക്കിനെയാണ് ഹൈൻഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബ്രസ്റ്റിൽ നമ്മളെന്താ ഒരു പാക്കറ്റ് പാലൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഫാറ്റ് കണ്ടൻ്റ് ഒക്കെ മുകളിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണാം. ഏകദേശം അതിനോടൊരു കമ്പാരിസനാണ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ. ഈ ഫാറ്റ് കണ്ടൻ്റ് ഒക്കെ പുറകിലോട്ടാണ് നിൽക്കുക. അപ്പോൾ ഫ്രണ്ടിൽ ബ്രസ്റ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്ത്, അതായത് കുട്ടി വലിച്ചാൽ ആദ്യം കിട്ടുന്നതെല്ലാം ഈ ഫോർ മിൽക്കാണ്. വെള്ളം കൂടുതലുള്ള ഭാഗമാണ് കുട്ടിക്ക് ആദ്യം കിട്ടുക. അതിൽ ലാക്ടോസ് കണ്ടൻറ്റ് കൂടുതലുണ്ട്, വൈറ്റമിൻ ഉണ്ട്, വാട്ടർ കണ്ടൻറ്റ് കൂടുതലുണ്ട്, കുറച്ചൊരു ബ്ലൂയിഷ് ടിഞ്ച് ഉണ്ടാവും അതിന്. അപ്പോൾ ഇത് കുട്ടിയുടെ ദാഹം മാറാൻ ഈ പാല് സഹായിക്കും. പക്ഷേ ഇതിന് കൊഴുപ്പ് കുറവാണ്. അപ്പോൾ കുട്ടിക്ക് ഒരു പുഷ്ടി വെക്കാൻ അല്ലെങ്കിൽ ആരോഗ്യം വെക്കാൻ എന്ത് വേണം? ഹൈൻഡ് മിൽക്ക് വേണം. അത് കുറച്ച് തിക്കറാണ്, കുറച്ച് ക്രീമിയറാണ്, സ്ലൈറ്റ് ഒരു യെല്ലോയിഷ് കളർ ഉണ്ടാവും അതിന്. ഈ കാലറീസും ഒക്കെ കൂടുതൽ ആ ഒരു ഹൈൻഡ് മിൽക്കിനാണ്. ബേബിക്ക് ശരിക്കും വിശപ്പ് മാറുന്നത്, ദാഹം മാറുന്നത് ഫോർ മിൽക്ക് കൊണ്ടാണെങ്കിൽ വിശപ്പ് മാറുന്നത് ഹൈൻഡ് മിൽക്ക് കൊണ്ടാണ്. കുട്ടിക്ക് പുഷ്ടി വരണമെന്നുണ്ടെങ്കിലും ഈ ഹൈൻഡ് മിൽക്ക് ശരിക്ക് കുട്ടിക്ക് എത്തണം. അപ്പോൾ ഇത് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ ഉറപ്പ് വരുത്തും? എങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അതായത് ഒരു ബ്രസ്റ്റ് തന്നെ ഫുള്ള് കുടിച്ചതിന് ശേഷം മാത്രം മറ്റേ ബ്രസ്റ്റ് ഓഫർ ചെയ്യുക. അതെങ്ങനെ മനസ്സിലാവും? ഒരു ബ്രസ്റ്റ് ഫുള്ള് കുടിച്ച് കഴിഞ്ഞു എന്നെങ്ങനെ മനസ്സിലാവും? കുട്ടി കുറച്ച് നേരം കുടിച്ച് കഴിയുമ്പോൾ, ഒരു 10-20 മിനിറ്റ് കുടിച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു ബ്രസ്റ്റ് വിടുന്നതായിട്ടോ ഒരു ബോറടിച്ച പോലെ അല്ലെങ്കിൽ മടുത്ത പോലെ ആ ബ്രസ്റ്റ് വിടാൻ തുടങ്ങുമ്പോൾ, ബ്രസ്റ്റ് സോഫ്റ്റായി എന്നൊരു ഫീലിംഗ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ ബ്രസ്റ്റ് ഫുള്ളി കുടിച്ചു കഴിഞ്ഞു. ഇനിയും കുട്ടിക്ക് വിശപ്പുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മറ്റേ ബ്രസ്റ്റും ഓഫർ ചെയ്യാവുന്നതാണ്. ഇനി ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഒരുപാട് പൊസിഷൻസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലെ വളരെ കുറച്ച് പൊസിഷൻസ് മാത്രമാണ് ഇത്. ലെയ്ഡ് ബാക്ക് നഴ്സിംഗ് പൊസിഷൻ, ക്രേഡിൽ പൊസിഷൻ, ഫുട്ബോൾ ഹോൾഡ്, സിംഗിൾ സൈഡ് ലൈങ് പൊസിഷൻ ഒക്കെ കുറച്ച് പൊസിഷൻസ് മാത്രമാണ്. ഇതിൽ ഫുട്ബോൾ ഹോൾഡും സൈഡ് ലൈങ് പൊസിഷനുമാണ് സാധാരണ സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞവർക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി പൊസിഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കുട്ടിയുടെ തലയും കഴുത്തും സ്പൈനും നട്ടെല്ലും ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ ഇരിക്കണം. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നേരെ ഇരുന്നല്ലേ ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ ചരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? നമുക്കും അത് കംഫർട്ടബിൾ അല്ല. അതുപോലെ തന്നെയാണ് കുട്ടികൾക്കും. കുട്ടികളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ അവരുടെ ശരീരം നേരെയാണ് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അവരുടെ തലയും കഴുത്തും സ്പൈനും ബാക്കും ഒരേ ലെവലിൽ നിൽക്കണം, സ്ട്രെയിറ്റ് ലൈനിൽ നിൽക്കണം. ഇനി എന്താണ്? അമ്മയുടെ വയറും കുട്ടിയുടെ വയറും തൊട്ടുരുമ്മി നിൽക്കുന്ന രീതിയിൽ, അതായത് കുട്ടിയെ സ്ട്രെയിറ്റ് നമ്മൾ പിടിക്കുമ്പോൾ അമ്മയുടെ വയറും കുട്ടിയുടെ വയറും ചേർന്ന് നിൽക്കും. അതാണ് കറക്റ്റ് പൊസിഷൻ ഈ പറഞ്ഞ ക്രേഡിൽ പൊസിഷനിൽ. ഇനി എവിടെയാണ് കുട്ടിയുടെ തല പിടിക്കേണ്ടത്? കുട്ടിയുടെ മൂക്ക് നിപ്പിളിൻ്റെ നേരെ വരണം. അതാണ് കറക്റ്റ് പൊസിഷൻ. അപ്പോൾ എന്താണ്? കുട്ടിയുടെ വായിലേക്ക് ബ്രസ്റ്റ് കൊണ്ട് കൊടുക്കുകയല്ല വേണ്ടത്, കുട്ടിയുടെ വാ ബ്രസ്റ്റിലോട്ട് വരണം. അപ്പോൾ മൂക്കിൻ്റെ ലെവലിലേക്ക് നിപ്പിൾ വെച്ചാൽ, അതായത് കുട്ടിയുടെ നിപ്പിളിൻ്റെ ലെവലിലേക്ക് കുട്ടിയുടെ മൂക്ക് വെക്കുമ്പോൾ കുട്ടി അത് പാല് കുടിക്കാൻ വേണ്ടി വാ തുറന്ന്, അത്രയും മാക്സിമം വാ തുറന്ന് നിപ്പിൾ മുഴുവൻ, ഏരിയോള ഭാഗം മുഴുവൻ വായിക്കകത്തോട്ട് കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതാണ് കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്.
ഇനി ഈ കുട്ടിയെ കറക്റ്റ് പൊസിഷനിലൊക്കെ പിടിച്ചു. എങ്ങനെയാണ് കുട്ടിക്ക് സാറ്റിസ്ഫൈഡ് ആണോ, തൃപ്തിയായോ, വിശപ്പൊക്കെ മാറിയോ എന്നെങ്ങനെയാ മനസ്സിലാക്കുക? ഇതുപോലെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ സന്തോഷമായിട്ടിരിക്കും അല്ലേ വാവ? അപ്പോൾ പാല് കുടിച്ചുകൊണ്ട് തന്നെ ഉറങ്ങുന്ന ഒരവസ്ഥ, എന്താണ് ഒരു ഉന്മാദ അവസ്ഥ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് കുട്ടി കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഹീസ് ഫുൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീടുള്ള ക്യൂസ് എന്തൊക്കെയാണ്? 6 പ്രാവശ്യത്തിൽ കൂടുതൽ മൂത്രമൊഴിക്കുക, വയറ്റിൽ നിന്ന് പോകുന്നത്, മോഷൻ പോകുന്നത് ഒരു 4 പ്രാവശ്യമെങ്കിലും പോവുക, പിന്നെ കുട്ടിയുടെ വെയിറ്റ് കൂടുക. ആദ്യത്തെ ഒരാഴ്ച വെയിറ്റ് കുറച്ച് കുറയും, പിന്നീട് ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ആ പോയ വെയിറ്റ് തിരിച്ചു വരും, പിന്നീടാണ് അങ്ങോട്ട് വെയിറ്റ് കൂടാൻ ആരംഭിക്കുക. അങ്ങനെ വെയിറ്റ് റെഗുലറായിട്ട് കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് മതിയാവുന്നുണ്ട്, തൃപ്തിയായി കുടിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി തികയുന്നില്ല, കുട്ടിക്ക് പാല് തികയുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ട വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്? കരയുമ്പോൾ ഒരു ബലമില്ല, ഡെലിക്കേറ്റ് ക്രൈ, ആ ഒരു എഫേർട്ട് എടുക്കുക, കരയാനും ഒരു എഫേർട്ട് എടുക്കണം അല്ലേ? അപ്പോൾ ആ ന്യൂട്രീഷൻ കിട്ടുന്നില്ല, ശാരീരികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആ വീക്കായിട്ടുള്ള കരച്ചിൽ വരുന്നത്. പിന്നെ മൂത്രമൊഴിക്കുന്നതും മോഷൻ പോകുന്നതും ശരിക്ക് റെഗുലറായിട്ട് വരുന്നില്ല, സ്റ്റൂള് പോകുന്നത് ഹാർഡാവാം, വെയിറ്റ് കൂടുന്നില്ല, അങ്ങനത്തെയൊക്കെ സൈൻസ് വരുമ്പോൾ കുട്ടിക്ക് പാല് തികയുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരവസ്ഥയാണത്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്? ലാക്ടേഷനിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ അവസ്ഥയിൽ വീട്ടിൽ തന്നെ ആളുണ്ടായിരുന്നു, എങ്ങനെയാ കുട്ടിയെ എങ്ങനെയാ പിടിക്കണ്ടേ, എന്താ ചെയ്യണ്ടേ, കുട്ടി കരയുകയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ, എന്തുകൊണ്ടാണ് കുട്ടി കരയുന്നത് എന്നൊക്കെ പറഞ്ഞു തരാൻ വീട്ടിൽ ആളുണ്ടായിരുന്നു. ഇപ്പം ആ അവസ്ഥയല്ല. അപ്പോൾ എന്താണ്, ലാക്ടേഷൻ കൺസൾട്ടൻസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഹോസ്പിറ്റൽസിൽ തന്നെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടി കാണിക്കരുത്. പിന്നെ ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കറക്റ്റ് പൊസിഷനിലൊക്കെ പിടിച്ചു, ഫീഡിംഗ് ഒക്കെ കിട്ടി, ബേബി സാറ്റിസ്ഫൈഡ് ആയി, അടുത്തത് എന്താ ചെയ്യേണ്ടത്? ബേർപ്പ് ചെയ്യിക്കണം, അതായത് ഗ്യാസ് കളയണം അല്ലേ? ഗ്യാസ് കളയുക എന്ന് വെച്ചാൽ എന്താ? ചെറിയൊരു സ്ട്രോയിൽ തന്നെ ഒരു എയർ ബബിൾ കയറിയാൽ അത് നമ്മളിങ്ങനെ ആട്ടിക്കൊടുത്താൽ എന്താ, ആ ഒരു എയർ ബബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതായി നമുക്ക് കാണാം. അപ്പം നമ്മുടെ ഈ സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനും ഒക്കെ ആ ഒരു പൈപ്പ് പോലെയാണ്, ചെറിയൊരു ഹോസ് പോലെയാണ്. അതിലൊരു എയർ ബബിൾ എങ്ങനെയാണ് കയറുന്നത്? കുട്ടി പാല് കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറേശ്ശെ എയറും വിഴുങ്ങുന്നുണ്ട്. അങ്ങനെയാണ് ബേബിയുടെ വയറ്റിനകത്തോട്ട് ഗ്യാസ് കയറുന്നത്. അങ്ങനെ കളക്ഷൻ വരുമ്പോൾ അത് ഏമ്പൊക്കമായിട്ട് നമ്മൾ പുറത്തോട്ട് കളഞ്ഞില്ലെങ്കിൽ കുട്ടിക്ക് വയറുവേദന വരാൻ സാധ്യതയുണ്ട്, കരച്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാസ് നമ്മൾ റെഗുലറായിട്ട് കളയേണ്ടത് ആവശ്യമാണ്. ഓരോ ഫീഡ് കഴിയുമ്പോഴും ഈ ബേർപ്പ് ചെയ്ത് കുട്ടിയുടെ ഗ്യാസ് കളയുക. അതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞ പോലെ ഈ ഹോസിൽ ഒരു എയർ ബബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളത് കളയുക? പയ്യെ ഇങ്ങനെ അനക്കി ആ ഒരു എയർ ബബിളിന് പോകാൻ സ്ഥലമൊക്കെ കൊടുത്ത് അത് പയ്യെ മുകളിലോട്ട് ആക്കുമ്പോൾ എയർ ബബിൾ അങ്ങ് മുകളിലോട്ട് കയറിപ്പോകുള്ളൂ. അതുപോലെയാണ്, നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല കുട്ടിയുടെ വയറിൽ ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് എവിടെയായിരിക്കും നിൽക്കുക. ഇങ്ങനെ കിടത്തിയ സിറ്റുവേഷൻ ആണെങ്കിൽ എവിടെയായിരിക്കും ഗ്യാസ് ഉണ്ടാവുക എന്നൊരു ചെറിയ ഒരു ഉദ്ദേശം വെച്ച് പയ്യെ ആട്ടിക്കൊടുക്കാം. തോളിൽ കിടത്താം. തോളിൽ കിടത്തി വെറുതെ അടിച്ചത് കൊണ്ട് മാത്രം വിശേഷമൊന്നുമില്ല. ചെറുതായിട്ട് പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്താലേ ആ ഒരു എയർ ബബിൾ കറക്റ്റ് പൊസിഷനിൽ വന്ന് എസ്കേപ്പായി മുകളിലോട്ട് പോവുള്ളൂ, എംവക്കമായിട്ട് പോവുള്ളൂ. പിന്നെ ഇത് വലിയ ഗ്യാസ് ബബിളായിട്ട് നിൽക്കുമ്പോൾ നമുക്കറിയാം, ഒരു ഹോസിൽ എയർ നിന്നാൽ തന്നെ പൈപ്പിലൊക്കെ കുറേ വെള്ളം ഇല്ലാത്ത അവസ്ഥയിൽ ഗ്യാസ് കയറിയാൽ, എയർ കയറിയാൽ വലിയ ശബ്ദത്തിലായിരിക്കും പിന്നെ വരുന്നത്, വെള്ളം വരാനും ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെയാണ്, വലിയ എയർ ബബിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ എയർ ബബിൾ പോവാൻ പ്രയാസമാണ്. അപ്പോൾ ആ വലിയ എയർ ബബിൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ബേർപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി എത്ര നാൾ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യണം?
ഐഡിയലി 6 മാസം എക്സ്ക്ലൂസീവായിട്ട്, അതായത് മുലപ്പാലല്ലാതെ വേറെ ഒന്നും കൊടുക്കുന്നത് ഐഡിയൽ അല്ല. 6 മാസം വരെ. 6 മാസത്തിന് ശേഷം ചെറുതായ കട്ടിയാഹാരം കൊടുക്കാൻ തുടങ്ങാം. 2 വർഷം വരെ, ഐഡിയലി 2 വർഷം വരെ ഒരു കുട്ടിക്ക്, ഏകദേശം 2 വർഷം വരെ ബ്രസ്റ്റ് ഫീഡിങ് നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടും കൊടുക്കുന്നവരുണ്ട്. എന്നാലും 2 വർഷം വരെ കൊടുക്കുന്നത് നല്ല കാര്യമായിരിക്കും. ഈ ഫോർമുല കൊടുക്കുന്നത്, അതുപോലെ പാസിഫയേഴ്സ് എന്താണ്? ആർട്ടിഫിഷ്യൽ നിപ്പിൾസ് വായിലോട്ട് വെച്ച് കൊടുക്കുന്നത്. എന്താ, കുട്ടി കരയാതിരിക്കാൻ, അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഒരു കുടിക്കുന്ന ഒരു ടെൻഡൻസി മാറാൻ ഒക്കെ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പാസിഫയേഴ്സിൻ്റെയൊക്കെ യൂസ്. എന്നാലും അതൊക്കെ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ബോട്ടിൽ മിൽക്ക്, നമ്മൾ ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതും ഒരു നിപ്പിൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. എന്താ, ബോട്ടിലിൽ നിന്ന് പാല് കുടിക്കുന്നത് ശരിക്കും എളുപ്പമാണ്, അതൊരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. പക്ഷെ നിപ്പിളിൽ നിന്ന് കുടിക്കാൻ കുറച്ചും കൂടെ എഫേർട്ട് ഇടണം. അപ്പോൾ കുട്ടിക്ക് എന്താണ് ഈസി ആയിട്ടുള്ള കാര്യം, ബോട്ടിലിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതാ നല്ലത്, അത് മതി, എനിക്ക് നിപ്പിൾ വേണ്ട. ആ ഒരു നിപ്പിൾ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ ഈ പാസിഫയേഴ്സും ബോട്ടിൽ മിൽക്കും ഒക്കെ നമുക്ക് മാക്സിമം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. എപ്പോഴാണ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അമ്മയ്ക്ക് വരുന്നത്? പ്രത്യേകിച്ച് എന്തെങ്കിലും വൈറൽ ഡിസീസസ്, HIV, ട്യൂബർക്കുലോസിസ് ഇങ്ങനത്തെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ് അഡിക്ഷൻ, ആൽക്കഹോൾ അഡിക്ഷൻ ഒക്കെ ഉള്ളപ്പോഴാണ് അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ജനറലി അമ്മ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഹൈജീൻ, ഉറക്കം, എക്സസൈസ് അല്ലെങ്കിൽ യോഗ, വെള്ളം നന്നായിട്ട് കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, വീട്ടുകാരുടെയും സൊസൈറ്റിയുടെയും ഉത്തരവാദിത്തമാണ് അമ്മയ്ക്ക് ഈ നല്ല ഒരു എൻവയറമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അമ്മയുടെ ഡയറ്റ് എങ്ങനെയായിരിക്കണം? ആവശ്യത്തിന് വെള്ളം കുടിക്കണം, അത് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ അമ്മയ്ക്ക് ഭയങ്കര വിശപ്പായിരിക്കുമല്ലോ ആ സമയത്ത്, കാലറീസ് കുറേ ബേൺ ആവുകയാണ്, പാലായിട്ട് കുറച്ച് കാലറീസ് പോവുകയാണ്. അപ്പോൾ വിശപ്പും ആ അവസ്ഥയിൽ കൂടുതലായിരിക്കും. നമ്മൾ കുറേ ഭക്ഷണം കഴിക്കുന്നതിലല്ല, നല്ല ഭക്ഷണം, ന്യൂട്രീഷൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലാണ് കാര്യം. ഇപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, പരിപ്പ്, പയറ് വർഗ്ഗങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക, മുട്ട, പനീർ, ചിക്കനൊക്കെ കൂടുതൽ കഴിക്കുക. പിന്നെ കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ, പാല്, തൈര്, റാഗി, സീഡ്സ് ഒക്കെ ഒരുപാട് കഴിക്കുക. പിന്നെ പച്ചിലക്കറികൾ കഴിക്കുക, ശർക്കര കഴിക്കുക, ഡേറ്റ്സ് കഴിക്കുക, നെയ്യ്, നല്ല നാടൻ പശുവിൻ്റെ നെയ്യൊക്കെ നമുക്ക് ഇവിടെ നാട്ടിൽ അവൈലബിൾ ആണ്, അത് നന്നായിട്ട് കഴിക്കുക, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക. ഇനി അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് പറയുന്നത് കഫീൻ അവോയ്ഡ് ചെയ്യുക. ചോക്ലേറ്റ്, കാപ്പി, ചായ ഒക്കെ കൂടുതൽ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നെ കൂടുതൽ എരിവും മസാലയൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഇനി ഒരു പ്രഗ്നൻ്റ് ആവാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങും. അതിൽ ഏതൊക്കെ ശരിയാണ് ഏതൊക്കെ തെറ്റാണെന്നുള്ളത് ആ ഒരു പുതിയ അമ്മയ്ക്ക് അറിയുന്ന കാര്യമായിരിക്കില്ല. അപ്പോൾ എപ്പോഴും ഡോക്ടറിനെ വിശ്വസിക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളെ, ആളോട് ചോദിച്ച് മാത്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക, ഫോളോ ചെയ്യുക. പിന്നെന്താ, കുഞ്ഞ് ജനിച്ച ഉടനെ നമ്മുടെ നാട്ടിൽ ഒരു ഇതുണ്ട്, തേനും വയമ്പും കൊടുക്കുക എന്നുള്ളത്. പണ്ടത്തെ കാലത്തൊക്കെ കൊടുത്തിരുന്നു, പക്ഷേ ഇപ്പോൾ കിട്ടുന്ന തേൻ തന്നെ നല്ല തേനാണോ എന്ന് നമുക്കറിയില്ല. വയമ്പെന്ന് പറയുന്ന മാർക്കറ്റിൽ കിട്ടുന്ന സാധനം വയമ്പാണോ എന്ന് നമുക്കറിയില്ല. എത്ര നാൾ പഴകിയ വയമ്പാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നതിനേക്കാൾ നല്ലത് ആദ്യം കൊടുക്കുന്നത് നമ്മുടെ അമ്മയുടെ മുലപ്പാൽ തന്നെ കൊടുക്കുക, അത് കൊളസ്ട്രം തന്നെ കൊടുക്കുക. ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അത് കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ എന്താണ്, നാടൻ മരുന്നുകളൊക്കെ കഴിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അതിന് വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ട് അതൊക്കെ കഴിക്കാതെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആയുർവേദ ഡോക്ടർമാരുണ്ടാവും, അല്ലെങ്കിൽ സിദ്ധ ഡോക്ടർമാരുണ്ടാവും, അവർ സജസ്റ്റ് ചെയ്യുന്ന മെഡിസിൻസ് കഴിക്കുക. ഇപ്പോഴൊക്കെ പെരിനെറ്റൽ ക്ലിനിക്സ് തന്നെയുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് തന്നെയുണ്ട്, അമ്മമാരെ കുളിപ്പിക്കാനും കൊച്ചിനെ കുളിപ്പിക്കാനും ആ ഒരു പ്രസവ ശുശ്രൂഷ ചെയ്യാൻ തന്നെ പ്രത്യേകം
ഹോസ്പിറ്റൽസ് ഉണ്ട്. അവിടെ തന്നെ പോയി അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ പ്രസവാനന്തരം വെള്ളം അധികം കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഭക്ഷണത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഡോക്ടറിനോട് ചോദിച്ച് മാത്രം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഫോളോ ചെയ്യുക. ഇനി വർക്കിംഗ് മദർ ആണെന്നുണ്ടെങ്കിൽ അവർക്കും കുറേ ബെനിഫിറ്റ്സ് ഗവൺമെൻറ് സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് ദിവസത്തെ ലീവ് കിട്ടുന്നുണ്ട്. അതല്ലാതെ പൈസയും ഒരു 6,000 റുപ്പീസ് അറൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്. സെക്കൻഡ് ചൈൽഡ് ഗേൾ ചൈൽഡ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ആ 6,000 റുപ്പീസ് അവെയിൽ ചെയ്യാവുന്നതാണ്. വർക്കിംഗ് മദേഴ്സ് തിരിച്ച് കമ്പനിയിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് കയറുമ്പോൾ അവർക്ക് ആ ഒരു എൻവയറമെൻറ്റ് ശരിയാക്കി കൊടുക്കുക എന്നുള്ളത് എംപ്ലോയറിൻ്റെ ഉത്തരവാദിത്തമാണ്. അതായത് ഒരു സ്ഥാപനത്തിൽ 50-ൽ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ 30-ൽ കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചൈൽഡ് കെയർ സെൻറ്റർ ക്രഷ് ഉണ്ടാവണം. അമ്മമാർക്ക് കുട്ടികളെ സന്ദർശിക്കാനുള്ള സമയം ബ്രേക്സ് കൊടുക്കണം. അവർക്ക് ശമ്പളത്തോടു കൂടിയുള്ള ലീവ്സ് അവെയിൽ ചെയ്യണം. ഇതൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി അത് ചോദിച്ച് വാങ്ങാനുള്ള അറിവ് അമ്മമാർക്ക് ഉണ്ടാവണം. ഇനി ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് പമ്പിങ്ങിൻ്റെ അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുകയുള്ളൂ ഞാൻ എൻ്റെ കുട്ടിക്ക് എന്ന് തീരുമാനിക്കുന്ന അമ്മമാരുണ്ട്. അവർക്ക് കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും പമ്പിങ്ങിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ അവെയിൽ ചെയ്യാം. അപ്പോൾ ബ്രസ്റ്റ് പമ്പിന് നല്ല ബ്രസ്റ്റ് പമ്പ് നോക്കി വാങ്ങിക്കുക. ഒരു 2 ആഴ്ച മുമ്പ് തന്നെ ഇതിനുള്ള പ്ലാനിങ്ങും പ്രാക്ടീസും ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി വെക്കാനുള്ളത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പമ്പ് ചെയ്യുന്നത് കുട്ടി എത്രത്തോളം പ്രാവശ്യം ഒരു ദിവസം പാല് കുടിക്കുന്നുണ്ടോ അത്രയും പ്രാവശ്യം പമ്പ് ചെയ്യുക. ഇനി പമ്പ് ചെയ്ത പാല് ഓരോ പാക്കറ്റ് അല്ലെങ്കിൽ ഓരോ കുപ്പിക്കകത്ത് എടുത്ത് വെക്കുന്നത് ലേബിൾ ചെയ്ത് വെക്കാം. ഏത് ഡേറ്റിൽ ഏത് സമയത്ത് എടുത്ത് വെച്ച പാലാണെന്ന് ലേബിൾ ചെയ്ത് വെക്കുക. കുറച്ച് പണിയുണ്ട്, എന്നാലും നമ്മുടെ കുഞ്ഞിൻ്റെ ബെനിഫിറ്റിനായതുകൊണ്ട് കുറച്ച് പണിയെടുക്കാൻ കുഴപ്പമില്ല. അങ്ങനെ ബ്രസ്റ്റ് ഫീഡ് പമ്പ് ചെയ്തെടുക്കുന്ന ബ്രസ്റ്റ് മിൽക്ക് 4 മണിക്കൂർ വരെ റൂം ടെമ്പറേച്ചറിൽ ചീത്തയാവാതെ നമുക്ക് വെക്കാൻ പറ്റും. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 4 ദിവസം വരെ വെക്കാം. ഫ്രീസറിലാണ് എന്നുണ്ടെങ്കിൽ ഒരു 4 മാസം 3 to 6 months 4 മാസം വരെ പറയാം. നമുക്കിതൊരു 4-4-4 റൂളായിട്ട് എടുക്കാം. 4 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ, 4 ദിവസം ഫ്രിഡ്ജിൽ, 4 മാസം ഫ്രീസറിൽ. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിലൊക്കെ വെച്ച പാല് എങ്ങനെയാണ് തിരിച്ച് റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവരിക? അത് മൈക്രോവേവിലൊന്നും വെക്കാൻ പാടില്ല. ഡയറക്റ്റ് പാത്രത്തിലിട്ട് ചൂടാക്കാനും പാടില്ല. ചൂടുവെള്ളത്തിൽ, അതായത് തിളച്ച വെള്ളമല്ല, ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെച്ച് നമ്മൾ റിസ്റ്റിൽ ഒഴിച്ച് വെക്കാൻ നോക്കാൻ പറയും അല്ലേ, ചൂട് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറയും. അങ്ങനെ ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് വന്ന പാല് കുട്ടിക്ക് കൊടുക്കാം. ഇനി നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം കുറേ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സപ്പോർട്ട് സിസ്റ്റം ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് സിസ്റ്റംസ് ആണ് ഈ ലാക്ടേഷൻ മാനേജ്മെൻറ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബേസ്ഡ് സപ്പോർട്ടാണത്. ഏതൊരു ഹോസ്പിറ്റലിനും ഈ ഒരു ഫെസിലിറ്റി അവെയിൽ ചെയ്യണം എന്നുണ്ട്. അത് ആയി വരുന്നേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലേക്കൊക്കെ അത് ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. സിറ്റീസിലുണ്ട്, എറണാകുളം തൃശ്ശൂർ ആ ഭാഗത്തൊക്കെ ചില ഹോസ്പിറ്റൽസിൽ തുടങ്ങിയിട്ടുണ്ട്. ആയി വരുന്നു, പോപ്പുലറായി വരുന്നു ഇതൊക്കെ. അതുപോലെ ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് ഉണ്ട്. അംഗൻവാടി സെൻറ്റേഴ്സ് ആൻഡ് ICDS നെറ്റ്വർക്ക്, ഇത് വളരെ പോപ്പുലറാണ്. അംഗൻവാടിയിലെ സ്റ്റാഫാണെങ്കിലും വളരെ ശുഷ്കാന്തിയോടെ ഈ അമ്മമാരുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്ലാസ്സസ് നടക്കുന്നുണ്ട് അവിടെ. അത് വളരെ ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. മദേഴ്സ് അബ്സല്യൂട്ട് അഫെക്ഷൻ ക്യാമ്പയിൻ, ഇതും ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പോപ്പുലറൈസ് ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് ഫോർ ഇന്ത്യൻ മദേഴ്സ് BSIM, അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് പ്രൊമോഷൻ നെറ്റ്വർക്ക് ഓഫ് ഇന്ത്യ, ഇതൊക്കെ സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ആണ്. നമ്മുടെ ഫേസ്ബുക്ക് പോലത്തെ പ്ലാറ്റ്ഫോംസ് ആണ്. അവരുടെ പേജസിൽ കയറി ബ്രസ്റ്റ് ഫീഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കണ്ടൻറ്റ് നമുക്ക് കാണാൻ പറ്റും. വേറെ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, സംശയങ്ങൾ ചോദിക്കാൻ പറ്റും, അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും.
അസോസിയേഷൻ ഓഫ് ലാക്ടേഷൻ പ്രൊഫഷണൽസ് ഇന്ത്യ ഉണ്ട്. അതായത് ലാക്ടേഷൻ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നതും അവരുടെ കിട്ടിയവരുടെയും ഒരു അസോസിയേഷനാണ് ALPI എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെയും ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അവരുടെ പോയി നമുക്ക് സർട്ടിഫിക്കേഷൻസ് എടുക്കാം, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഉള്ളവരുടെ സപ്പോർട്ട് നമുക്ക് ചോദിച്ച് വാങ്ങാം. പിന്നെ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന അല്ലെങ്കിൽ ജനനി സുരക്ഷാ യോജന, ഇതൊക്കെയാണ് സ്കീംസ്. മദേഴ്സിനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനുള്ള സ്കീംസാണ് ഇതൊക്കെ. ബോട്ടിൽ മിൽക്ക് ഫ്രീ ഹെൽത്ത് സെൻറ്റേഴ്സ്, അപ്പോൾ ഇതും ഒരു എന്താ ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്ത അമ്മമാർക്ക് വേണ്ടി ഓൾറെഡി ബോട്ടിൽഡ് ആയിട്ടുള്ള മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും സൊസൈറ്റിയുടെ സൈഡിൽ നിന്നും ഉണ്ട്. ഇത് പോപ്പുലറൈസ് ആയി വരണം, ഓരോ അമ്മമാർക്കും ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് അവയർനെസ് കൊണ്ടുവരണം. ഇനി എന്തുകൊണ്ടാണ് കുറേ അമ്മമാർ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ ഇങ്ങനെ പേടിക്കുന്നത് അല്ലെങ്കിൽ മടിക്കുന്നത്, എനിക്ക് വയ്യ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ എന്നൊരവസ്ഥയിലേക്ക് അവർ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ സംബന്ധിച്ച് കുറച്ച് പ്രോബ്ലംസ്, കുറച്ച് ചലഞ്ചസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് അവരുടെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ചലഞ്ചസ് ആണ്. എന്താണ്, ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടാണ് ഒരു പ്രഗ്നൻസിയും ഒരു ഡെലിവറിയും ഒക്കെ വരുന്നത്. ആ ഒരു ഡെലിവറി, ഫസ്റ്റ് ഡെലിവറി ആണ്, പ്രൊലോങ്ഡ് ഡെലിവറി ആണ് എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് എക്സോഷൻ അമ്മമാർക്ക് ഉണ്ടാവും. ആ ഒരു എക്സോഷനും പെയിനും ഒക്കെ കഴിഞ്ഞ് വന്ന് ഈ കുട്ടിയെ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാവണമെന്നില്ല അവർ. അപ്പോൾ ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സോഷൻ സ്റ്റേജ് ചിലർക്ക് പെട്ടെന്ന് മാറുന്നു, ചിലർക്ക് കുറച്ച് നീണ്ടു നിൽക്കുന്നു. ആ അവസരത്തിലൊക്കെ അയ്യോ ഇവളെന്താ ഇങ്ങനെ, എങ്ങനെയാണോ കൊച്ചിനെ നോക്കണ്ടേ എന്ന് പറഞ്ഞല്ല, കുഴപ്പമില്ല, മാറും, എക്സോഷൻ മാറും. അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി അത് ആക്സെപ്റ്റ് ചെയ്ത് മാത്രം അത് മാറും എന്നവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇല്ല നീ ഇങ്ങനെ ഒന്നുമല്ല ചെയ്യേണ്ടത്, അവരെ മനസ്സിലാക്കാതെ അവരെ ജഡ്ജ് ചെയ്യാനും അവരെ കറക്റ്റ് ചെയ്യാനും ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഡിപ്രഷൻ കൂടാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഇങ്ങനത്തെ ചലഞ്ചസിൽ ഹോമിയോപ്പതിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഹോമിയോപ്പതി ജെൻറ്റിലാണ്, ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. എന്താ, നമുക്ക് സൈക്കോളജിക്കൽ അപ്രോച്ചിലും അവരെ സഹായിക്കാൻ പറ്റും. ആ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് പോലെ തന്നെ ലാക്ടേഷൻ ലെവലിലെ നോളജും ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടൊരു ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു മദറിൻ്റെ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ കൺസേൺസ് നമ്മൾ കേട്ട് മനസ്സിലാക്കണം, അതനുസരിച്ച് ഗൈഡൻസും അഷ്വറൻസും ഒക്കെ കൊടുക്കണം. അവർക്ക് കോൺഫിഡൻസ് കൊണ്ടുവരണം. എനിക്ക് പറ്റുമോ, ഞാൻ എൻ്റെ കൊച്ചിനെ നോക്കുന്നില്ലല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ ആ ഒരു കുറേ കൺഫ്യൂഷനുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അവരെ സെൽഫ് ഡൗട്ടൊക്കെ മാറി അവരിലേക്ക് കോൺഫിഡൻസ് കൊണ്ടുവരാനുള്ള കോൺഫിഡൻസ് ഹോമിയോ ഡോക്ടേഴ്സിന് ഉണ്ടാവണം. ഇനി ഇമോഷണൽ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ഈ പോസ്റ്റ്പാർട്ടം ആങ്സൈറ്റി, ഇൻസെക്യൂരിറ്റി, ഫിയർ ഒക്കെ മാറാൻ ഹോമിയോപ്പതി മരുന്ന് കുറച്ച് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം വരുന്നത് സെപ്പി ആയിരിക്കും. അവരുടെ ഇൻഡിഫറൻസ്, മോംസ് ബേൺ ഔട്ട്, എനിക്ക് വയ്യ, എനിക്ക് കൊച്ചിനെ നോക്കാൻ പോലും എനിക്ക് വയ്യ, കൊച്ചിൻ്റെ മോം പോലും എനിക്ക് കാണണ്ട എന്നൊരവസ്ഥയിലേക്ക് മടുപ്പ് വരുന്ന ആ ഒരവസ്ഥയിലേക്ക് സെപ്പിയൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇഗ്നീഷ്യ എന്താണ്, ഇമോഷണൽ ട്രോമ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡീപ്പ് സാഡ്നെസ്സിലേക്ക് പോകുന്ന അവസ്ഥയിൽ ഇഗ്നീഷ്യ കൊടുക്കാം. പൾസാറ്റിൽ നമുക്കറിയാം കരച്ചിലാണ് പൾസാറ്റിലേക്ക് കൂടുതൽ. എപ്പോഴും ആരെങ്കിലും അടുത്തുണ്ടാവണം, ആരുടെയെങ്കിലും കൈ പിടിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒന്ന് ചൂട് പറ്റിയിരുന്നാൽ മതി പൾസാറ്റിലേക്ക്. ഇനി ലാക്ഹ്യൂമാനം, ഹ്യൂമൻ മിൽക്കിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന മെഡിസിനാണ് ലാക്ഹ്യൂമാനം. ഒരു മദർ ചൈൽഡ് ഇഷ്യൂസ്, അതായത് ശരിയായി വരുന്നില്ല, വേറൊരു കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ ഒരു ബോണ്ടിങ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ലാക്ഹ്യൂമാനം നല്ല മെഡിസിൻ ആയിരിക്കും. ഇനി വേറൊരു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലമാണ് മിൽക്ക് പ്രൊഡക്ഷൻ. പാല് വരുന്നില്ല, കൊച്ചിന് ഫീഡ് ചെയ്യാൻ അമ്മ റെഡിയാണ്, കുട്ടി നന്നായിട്ട് ലാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ പാല് വരുന്നില്ല. ഈ അവസ്ഥയിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രേഷനാണ്.
അമ്മ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ, അമ്മയുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെയാണ് മെഡിസിനിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻസിൽ ലാക്ടൂക്ക വിറോസ, റിസിനസ് കമ്മ്യൂണസ് ടിഞ്ചർ, ഗാലിയ ഒഫീഷ്യനാലിസ്, ആൽഫ ആൽഫ ഒക്കെ മിൽക്ക് പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. പിന്നെ ഡെയിലി കരിക്കും വെള്ളം കുടിക്കുന്നതും വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി എൻഗോജ്മെന്റ് ഓർ ഓവർ സപ്ലൈ ഓഫ് ബ്ലഡ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു ഒരു 2 to 4 വീക്സ് വരെ എടുക്കും ഈ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ റെഗുലറൈസ് ആയി വരാൻ. അപ്പോൾ ആ സമയം വരെ ചില സമയത്ത് എൻഗോജ്ഡ് ബ്രസ്റ്റ് ആയിരിക്കും. എൻഗോജ്ഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടിരിക്കും, പെയിൻഫുള്ളി ചില അവസരത്തിൽ അത് പെയിൻ ആയിട്ടും വരാം. അപ്പോൾ ഇതൊക്കെ ഡിസ്കറേജിങ് ഫാക്ടേഴ്സാണ് അമ്മയ്ക്ക്. എനിക്ക് എന്താണ് ഇങ്ങനെ വരുന്നത്, ഐ എം നോട്ട് എ ഗുഡ് മദർ, മൈ ബോഡി ഈസ് നോട്ട് കോപ്പറേറ്റിംഗ് ടു ദിസ്, ആ ഒരു തോട്ടൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ എൻഗോജ്മെൻറ്റ് വരുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, അതൊരു അസുഖമല്ല. ആദ്യം അതിൽ ചെയ്യേണ്ടത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കുട്ടിയെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതിന് മുമ്പ് എൻഗോജ് ചെയ്തിരിക്കുമ്പോൾ നിപ്പിൾസും എൻഗോജ്ഡ് ആയിരിക്കും. ആ ഏരിയോള ഭാഗം മുഴുവനായിട്ട് കുട്ടിക്ക് വായിലോട്ട് എടുക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഫുള്ളായിട്ട് നിൽക്കുന്ന ഇതാണ്. ഒന്നെങ്കിൽ കുറച്ച് പാല് നമുക്ക് പിഴിഞ്ഞ് കളയാം, അല്ലെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം, ഹോട്ട് പാക്സ് ഒക്കെ വെച്ച് കൊടുക്കാം. അങ്ങനെ ആ എൻഗോജ്ഡ് ആയിട്ടുള്ള ബ്രസ്റ്റ് കുറച്ച് സോഫ്റ്റ് ആക്കിയതിന് ശേഷം മാത്രം കുട്ടിയുടെ വായിലേക്ക് ഓഫർ ചെയ്യും. പിന്നെ ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എൻഗോജ്മെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിനിലേക്ക് പോവാം. അതിൻ്റെ ബെസ്റ്റ് മെഡിസിൻ ബെൽഡോണയാണ്. ഫുൾനെസ്, പൾസേറ്റിംഗ് പെയിൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ബെൽഡോണ കൊടുക്കാം. അത് സഡൻ സ്വെല്ലിങ്ങിനാണ് കൊടുക്കുന്നത്. റെഡ്നെസ്, ഹീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, കൂടെ ഫീവർ ഉണ്ടെങ്കിൽ നമ്മൾ മാസ്റ്റൈറ്റിസ് ആണോ എന്ന് റൂൾ ഔട്ട് ചെയ്യുക, ആദ്യം അത് ചെയ്യുക. നമുക്ക് വെൽഡോണ കൊടുക്കാം. ബ്രയോണിക് ആണെങ്കിൽ റോക്കി ഹാർഡായിരിക്കും, റോക്ക് ഹാർഡ് ബ്രസ്റ്റ് ആയിരിക്കും. സ്റ്റിച്ചിങ് പെയിൻ ഉണ്ടാവും, ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ തന്നെ പെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ ബ്രയോണിയ കൊടുക്കാം. ഇനി ഫൈറ്റലാക്ക ഇതുപോലെ ഫുൾനെസ് ആയിരിക്കും, ഹാർഡ് ലംസ് ഉണ്ടാവും, ഹാർഡ് ആൻഡ് ടെൻഡർ ആയിരിക്കും, തൊട്ടാൽ തന്നെ വേദന വരും. അതിനൊക്കെ ഫൈറ്റലാക്ക കൊടുക്കാം. പിന്നെ ഫൈറ്റലാക്കയുടെ മെയിൻ ഒരു സിംറ്റമാണ് പെയിൻ റേഡിയേറ്റ്സ് ഫ്രം നിപ്പിൾ ടു ദ ഹോൾ ബോഡി. പിന്നെ അർട്ടിക്ക യൂറിൻസ്, ലാക്കനൈനം, ഫൽസാറ്റില, കാൽക്കേരിയ കാർബൊക്കെ എൻഗോജ്മെൻറ്റിന് നല്ല മെഡിസിൻസ് ആണ്. ഇനി മാസ്റ്റൈറ്റിസും എൻഗോജ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം, രണ്ടും പെയിൻഫുൾ ആണ്. പക്ഷെ മാസ്റ്റൈറ്റിസ് ലോക്കലൈസ്ഡ് പെയിൻ ആണ്. ഏതെങ്കിലും ഒരു ലോബ്, നമ്മളിവിടെ ലാക്യൂൾസ് കാണുന്നുണ്ട്, ആ ഇത് ലോബ്, ഏതെങ്കിലും ഒരു ലോബിൽ മാത്രം ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് അതിനെ മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതലും ലോക്കലൈസ്ഡ് ആയിരിക്കും. ജനറലൈസ്ഡ് മാസ്റ്റൈറ്റിസും വരാം. കൂടുതലും മാസ്റ്റൈറ്റിസ് ആണെങ്കിൽ അത് ലോക്കലൈസ്ഡ് ആയിരിക്കും. എൻഗോജ്മെൻ്റ് ആണെങ്കിൽ ഫുള്ളായിട്ട് വരുന്നതായിരിക്കും. അത് മാസ്റ്റൈറ്റിസിനും ബെൽഡോണ നല്ല മെഡിസിനാണ്. ഹെപ്പാർ സൾഫർ, സൈലീഷ്യ, ബ്രയോണിയ ഒക്കെ മാസ്റ്റൈറ്റിസിനും എൻഗോജ്മെൻറ്റിനും ഒരുപോലെ കൊടുക്കാവുന്ന മെഡിസിൻസാണ്. ഇനി ക്രാക്ഡ് നിപ്പിൾസ്, ഇതും ഒരു പോപ്പുലർ ആയിട്ടുള്ള ഇഷ്യൂ ആണ്, ചലഞ്ചാണ്. ഇതും ഒരു നാച്ചുറൽ കോസ് കൊണ്ട് വരുന്നതാണ്. കുട്ടി അറ്റം മാത്രം പിടിച്ച് കുടിക്കുന്ന, ലാച്ച് ശരിക്ക് ചെയ്യാത്ത ഒരവസ്ഥയിലാണ് അമ്മയ്ക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇത് തടയാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുട്ടിയുടെ ലാച്ച് ശരിയാണോ എന്ന് നോക്കുക, ശ്രദ്ധിക്കുക. ഏരിയോള മുഴുവനായിട്ട് കുട്ടിയുടെ വായിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക, അത് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഈ ക്രാക്ഡ് നിപ്പിൾസ് എന്ന പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി ക്രാക്ഡ് നിപ്പിൾസ് വന്നാൽ ഹൈജീൻ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡ്രൈ ആയി സൂക്ഷിക്കുക ആ ഭാഗം. ഫീഡിങ് കഴിഞ്ഞാലും, ഫീഡിങ്ങും പെയിൻഫുൾ ആയിട്ടുള്ള ഒരവസ്ഥ വരും, എന്നാലും ഫീഡിങ് കഴിഞ്ഞാലും അത് അധികം മോയ്സ്ചർ വരാതെ ഡ്രൈ ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ഓരോ ഫീഡിങ് കഴിയുമ്പോഴും ആദ്യം നനഞ്ഞ തുണി കൊണ്ട്, പിന്നെ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് നന്നായിട്ട് വൃത്തിയായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സൂക്ഷിക്കുക. പിന്നെ ഇതിന് കൊടുക്കാവുന്ന മെഡിസിൻസിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ഗ്രഫൈറ്റിസ് ആണ്. ഡീപ് പെയിൻഫുൾ ക്രാക്സ് ആണെങ്കിൽ, സ്റ്റിക്കി ഹണി ലൈക്ക് ഡിസ്ചാർജ് വരാണെങ്കിൽ, അൺഹെൽത്തി സ്കിൻ ആണെങ്കിൽ അത്
ഗ്രഫൈറ്റിസ് ആയിരിക്കും. ഇനി കാസ്റ്റർ ഇക്വി, കാലൻഡുല ടിഞ്ചർ, ഫൈറ്റലക്ക ഒക്കെ ക്രാക്ഡ് നിപ്പിൾസിന് നല്ല മെഡിസിൻസ് ആണ്. ഇനി ബേബീസിനും ഇഷ്യൂസ് വരാം അല്ലേ? ബേബീസിൻ്റെ ഇഷ്യൂസ് കൊണ്ടും അമ്മയ്ക്ക് ബുദ്ധിമുട്ട് വരാം. ആ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ഇഷ്യൂസ്, ബ്രസ്റ്റ് ഫീഡിങ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരാം. അപ്പം എന്താണ് പുവർ സക്ലിങ് അല്ലെങ്കിൽ വീക്ക് ലാച്ച്. നമുക്ക് എത്ര നമ്മൾ എരിയുള്ള മുഴുവനായിട്ട് വായിലോട്ട് വെക്കാൻ ശ്രമിക്കുകയാണെങ്കിലും അത് ശരിക്കും വായിലോട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടി ശരിക്കും ലാച്ച് ചെയ്യുന്നില്ല. അത് ചെറിയൊരു നെർവസ് ഇഷ്യൂ കൊണ്ടും അത് വരാം. ഇപ്പോൾ എപ്പിഡ്യൂറൽ പറഞ്ഞൊരു ഇഞ്ചെക്ഷൻ പോപ്പുലറായിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നോർമൽ ഡെലിവറി തന്നെ പെയിൻ അറിയാതിരിക്കാൻ സ്പൈനിലൊരു ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ട് മദേഴ്സിന്. അതിനാണ് എപ്പിഡ്യൂറൽ എന്ന് പോപ്പുലറായിട്ട് പറയുന്നത്. ആ എപ്പിഡ്യൂറൽ എടുത്ത കുട്ടികൾക്ക് സാധാരണ ഈ വീക്ക് ലാച്ച് പ്രോബ്ലം വരുന്നുണ്ട്. കുട്ടികൾക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല, ഡെവലപ്മെൻ്റ് ഒക്കെ പ്രോപ്പറാണ്, പക്ഷേ ലാച്ച് പ്രോപ്പറല്ല, അത് സപ്ലിങ് ശരിക്കും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ കാൽക്കേരിയൻ കാർബോ, സൈലേഷ്യ, ചൈന ഒക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടിക്ക് ടങ് ടൈ ഉണ്ടോ എന്നുള്ളതാണ്. അതായത് നാക്കിൻ്റെ താഴ്ഭാഗത്ത് മുട്ടിയിട്ടുണ്ടോ, ഒരു എക്സ്ട്രാ ദശയുണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ബ്രസ്റ്റ് ഫീഡിങ് എനിക്ക് ബ്രസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, എത്ര നിങ്ങൾ വെച്ച് തന്നാലും എനിക്ക് വേണ്ട എന്ന് കുട്ടി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഒരു അവേർഷൻ അല്ലെങ്കിൽ റെഫ്യൂസൽ ടു ബ്രസ്റ്റ് ഫീഡ്, ഇതിനെയാണ് എന്താ അവിടെയാണ് നമുക്ക് ചെമോമില്ല, നക്സോമിക്ക, ലൈക്കോപോഡിയം ഒക്കെ കൊടുക്കാവുന്നത്. ചെമോമില്ല നമുക്കറിയാം അല്ലേ, കൂടുതലും ഒരു പെയിനിൻ്റെ അവസ്ഥ കൊണ്ട് വരാം. നമ്മളീ പറഞ്ഞ ഗ്യാസ് ഫില്ലായിട്ട് എനിക്ക് ടമ്മി ഫുള്ളായി, വയറ് ഫുള്ളായിട്ടിരിക്കുന്ന, എനിക്ക് പാല് കുടിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ആവാം ഇത് വരുന്നത്, റെഫ്യൂസൽ ടു ഫീഡിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് ദേഷ്യമുണ്ട്, വിശപ്പുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റുന്നില്ല, വയറ് നിറഞ്ഞിരിക്കുകയാണ്, അങ്ങനത്തെ ഒരവസ്ഥയാണിത്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിൻസ് ആണ് ചെമോമില്ല, നക്സോമിക്ക, ലൈക്കോപോഡിയം ഒക്കെ. ഇനി വോമിറ്റിംഗ് വരാം അല്ലേ, വോമിറ്റിംഗ് അല്ലെങ്കിൽ റീഗജിറ്റേഷൻ നമ്മൾ പറഞ്ഞു, ആ ഗ്യാസ് വയറിലിരുന്ന് പുറത്തോട്ട് വരാത്ത അവസ്ഥ വരുമ്പോൾ അങ്ങനെ ആ ഗ്യാസ് അക്യൂമുലേറ്റ് ആവും. അങ്ങനെ വലിയൊരു എയർ ബബിൾ പുറത്തോട്ട് വരുമ്പോൾ അതിൻ്റെ മുകളിലിരിക്കുന്ന ആ കുടിച്ച പാലിനെയും കൂടെ പുഷ് ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവരുന്നു. അതാണ് റീഗജിറ്റേഷനായിട്ട് നമുക്ക് കാണുന്നത്. ഇനി വോമിറ്റിങ്ങും അതിലും ലാർജർ കണ്ടന്റ് ആണെങ്കിൽ വോമിറ്റിംഗ് വരാം. വോമിറ്റിങ്ങിന് വേറെ ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ ഓരോ ഫീഡിങ് കഴിഞ്ഞിട്ടും ബർപ്പിംഗ് ചെയ്യുക. ആ ബർപ്പിങ്ങിൻ്റെ പൊസിഷനും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് തന്നെ അത് പഠിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞു കൊടുത്ത് ചെയ്യുന്ന ഒരു കാര്യമല്ല അത്. എന്നാലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി എത്തൂസാസിനാഫിയം എന്താണ്? തൈര് പോലത്തെ പാല് ഛർദ്ദിച്ച് കളയുന്ന കുട്ടിയാണ് എത്തൂസാസൈനാഫിയം. ഇതുപോലെ അമ്മയുടെ പാല് കുടിച്ചത് വയറ്റി കിടക്കുന്നില്ല, കുടിച്ചാൽ അപ്പോൾ ഛർദ്ദിക്കുന്ന അവസ്ഥയാണ്. അവർക്ക് അത്രയും ക്ഷീണവുമായിരിക്കും, ഡെവലപ്മെൻറ്റും പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. നാക്കിൽ വൈറ്റ് കോട്ടഡ് ആയിരിക്കും, തിക്ക് വൈറ്റ് കോട്ടഡ് ടങ്ങും ആയിരിക്കും എത്തൂസയ്ക്ക്. ഇനി ആൻറ്റിം ക്രൂഡ് എന്താണ്? ഓവർ ഫീഡിങ് ആണ്, എപ്പോഴും കുറേ കുടിച്ചുകൊണ്ടിരിക്കും, പക്ഷെ കുടിച്ചതൊക്കെ ഛർദ്ദിച്ചു പോകും. എപ്പോഴും ഭയങ്കര വിശപ്പാണ്, ആവശ്യത്തിന് കൂടുതൽ കുടിക്കുകയാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും, പക്ഷെ കുടിക്കുന്നതൊക്കെ ഛർദ്ദിച്ച് പോവുകയും ചെയ്യും. ഛർദ്ദിച്ച് കഴിയുമ്പോൾ പിന്നെയും വിശപ്പ്. ഇതുപോലെ തിക്ക് വൈറ്റ് കോട്ടഡ് ടങ്ങുമാണ് ആൻറ്റിക്രോഡിന്. ഇനി സൈലീഷ്യ ആണെങ്കിലോ ഇതുപോലെ ഓരോ കുടി കഴിയുമ്പോഴും വോമിറ്റിംഗ് ആണ്, ഒന്നും ശരീരത്തിൽ കൊള്ളുന്നില്ല, കഴിക്കുന്നുണ്ട് പക്ഷെ കാണുന്നില്ല ശരീരത്തിലൊന്നും, കോൺസ്റ്റിപ്പേറ്റഡും ആയിരിക്കും സൈലീഷ്യ. കാൽക്കേരിയ ഫോഴ്സ് ആണെങ്കിലോ ഡൈജഷൻ സ്ലോ ആണ്, അസിമിലേഷൻ പോറാണ്, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീവെജിറ്റേഷൻ വന്നുകൊണ്ടിരിക്കും. അതാണ് കാൽക്കേരിയ ഫോഴ്സ്. ഇനി കോളിക്ക്, വയറ്റിൽ ഗ്യാസ് നിറഞ്ഞു വരുമ്പോൾ അത് പുറത്തോട്ട് വരുന്നില്ല, ഛർദ്ദിച്ചും പുറത്തോട്ട് വരുന്നില്ല, ബർപ്പ് ചെയ്തും പുറത്തോട്ട് വരുന്നില്ല, അങ്ങനെ അക്യുമുലേറ്റഡ് ആയി വയറ്റിൽ ഗ്യാസ് നിറച്ച് പെയിൻ വരുമ്പോഴാണ് അതിനെ ഈ കോളിക് എന്ന് നമ്മൾ പറയുന്നത്.
അപ്പം അതിനെ എന്താണ്, കുറച്ച് പാല് കുടിച്ചാൽ തന്നെ കരച്ചിൽ തുടങ്ങും വയറുവേദന കൊണ്ട്. അതിനുള്ള മെഡിസിൻസ് ആണ് കോളോസിന്ത്, മാക്ഫോസ്, ചമോമില്ല ഒക്കെ. ഇനി ഡിലേഡ് ഡൈജഷൻ, ഫെയിലിയർ ടു പാല് കുടിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ശരിക്കും ദഹിക്കുന്നില്ല, അസിമുലേഷൻ പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല. പാല് കുടിക്കുന്നുണ്ട്, ഛർദ്ദിച്ചൊന്നും പോകുന്നുമില്ല, പക്ഷെ പാല് കുടിക്കുന്ന അനുസരിച്ചുള്ള ഡെവലപ്മെന്റ് കുട്ടിയിൽ കാണുന്നില്ല. അതിനെയാണ് കാൽക്കേരിയ ഫോസ്, സൈലീഷ്യ, നാട്രമൂർ, ട്യൂബർക്കുലിനും ഒക്കെ നല്ല മെഡിസിൻസ് ആണ്. ഇനി ത്രഷ് അല്ലെങ്കിൽ ഓറൽ കാൻഡിഡിയ, വൈറ്റ് പാച്ചസ് ടങ്ങിൽ കാണുന്ന അവസ്ഥയാണിത്. അതിന് ബൊറാക്സ്, മെർക്സോള്, കാൽക്കേരിയ ക്ലോറിക്കം, സൾഫറൊക്കെ നല്ല മെഡിസിൻസ് ആണ്. ഇനി വീനിങ്ങിൻ്റെ സമയത്ത് മുലപ്പാല് നിർത്തിയോ അല്ലാതെയോ 6 മാസം കഴിയുമ്പോൾ നമുക്ക് വീനിങ് ചെയ്യാം. ചെറുതായുള്ള സെമി സോളിഡ് ഫുഡ്സ് ഒക്കെ കൊടുത്തു തുടങ്ങാം. ആ ഒരു അവസ്ഥയിലും അവർക്ക് കുട്ടികളുടെ ശരീരത്തിൽ വലിയൊരു ചേഞ്ച് വരുന്ന സമയമാണ്. ആ സമയത്തും ഈ ക്രാങ്കിനെസ്സും ഫിസിക്കൽ ഡിസ്കംഫർട്ടും മെൻ്റൽ ഡിസ്കംഫർട്ടും ഒക്കെ അവർക്ക് വരുന്ന ഒരവസ്ഥയാണ്. സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാവാം. വീനിങ്ങിൻ്റെ സമയത്ത് മദേഴ്സിനും ബേബിക്കും രണ്ടുപേർക്കും കുറച്ചൊരു സ്ട്രെസ്ഫുൾ അവസ്ഥയാണ്. വീനിങ് മദേഴ്സിന് എന്താണ്, കുട്ടി അവരിൽ നിന്ന് അകന്നു പോവുകയാണോ, കുട്ടി കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആവുകയാണോ, ഇതുവരെ എൻ്റെ പാലിൽ മാത്രം സർവൈവ് ചെയ്തിരുന്ന കുട്ടി വലുതായി, ഇനി എൻ്റെ ആവശ്യം കുറയുകയാണോ, അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ വരുന്ന ഒരവസ്ഥയാണ് അത് അവർ മനഃപൂർവ്വം അങ്ങനെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നതല്ല, അവർക്കത് വന്നു പോകുന്നതാണ്. അതിന് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഹോമിയോപ്പതിന് മാത്രമേ അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇഗ്നേഷ്യ, ലാക്കനൈനം, പൾസാറ്റില, അർട്ടിക്ക യൂറിൻ സ്റ്റിഞ്ചർ, ഫൈറ്റിലാക്ക, നാട്രമൂറൊക്കെ വളരെ നല്ല മെഡിസിൻസ് ആണ്. ഇനി വീനിങ് ബേബീസിനാണെങ്കിലോ ആ ഒരു ഡൈജഷൻ പ്രോബ്ലംസ്, കരച്ചിൽ കൂടുതൽ, വിശപ്പിൻ്റെ ഡിസ്റ്റർബൻസസ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അതിനാണ് പൾസാറ്റില, ചമോമില്ല, ഇഗ്നീഷ്യ, എത്തൂസ, കാൽക്കേരി കാർബ്, സൈലീഷ്യ, കോഫിയ പോലത്തെ മെഡിസിൻസ്. ഇനി ആസ് എ ഹോമിയോപ്പത്ത് നമുക്ക് എന്താണ്, ഒരു ചെറിയ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫിൻ്റെ തുടക്കമാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ അതിലും നല്ല കാര്യം വേറെ ഇല്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ് ഞാനിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് അവസരം നൽകിയ HVFനും ഡോക്ടർ ധനേഷിനും വളരെ താങ്ക്സ്. ഡോക്ടറെ സമയബന്ധിതമായിട്ട് തന്നെ ഇച്ചിരി സ്പീഡിലാണെങ്കിലും ക്ലാസ് തീർത്തു. ഇനി നമുക്ക് 5 മിനിറ്റാണ് ഉള്ളത്. ഒരു ചെറിയൊരു ഡിസ്കഷനും കൂടെ സമയം കൊടുക്കാം. ആർക്കെങ്കിലും ഡോക്ടറോട് എന്തെങ്കിലും സംശയം ചോദിക്കാനോ അഭിപ്രായം പറയാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. എന്തെങ്കിലും സംശയമുണ്ടോ? ഏതായാലും ഡോക്ടർ വളരെ ആദ്യമായ ഒരു ക്ലാസ് ആണെങ്കിലും ഡോക്ടർ ഞങ്ങൾക്ക് നല്ല രീതിയിൽ എല്ലാ പോയിന്റും കവർ ചെയ്ത് തന്നെ ഉള്ളൊരു ക്ലാസ്സാണ് എടുത്തത്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം, നമുക്ക് നാളെ ഇത് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. അപ്പം കുറച്ചൊക്കെ മെഡിസിൻ്റെയൊക്കെ നമുക്ക് അങ്ങനെ എഴുതിയെടുക്കാനൊന്നും പറ്റിയിട്ടില്ല, എങ്കിലും നാളെ അത് വീണ്ടും നമുക്ക് കണ്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാം. പിന്നെ ഇപ്പം ഡോക്ടർ എന്താ എടുക്കുന്നത്? പ്രൈവറ്റ് പ്രാക്ടീസ് ആണോ ഇപ്പം? അതെ, പ്രൈവറ്റ് പ്രാക്ടീസ് ആണ്. എവിടെയാ? വീട്ടിലാണോ? അതെ, വീട്ടിലെ തന്നെ. സാറ്? അച്ഛനും ഉണ്ട്, വീട്ടിൽ തന്നെയാണ് അച്ഛനും. വീട്ടിൽ തന്നെ. ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറ്? ധനേഷ് ഡോക്ടർ ചോദിക്കാം. എന്തായാലും വളരെ നല്ല ഒരു പ്രസന്റ്. ഈ വിഷയത്തിൽ പലരും ഈ വേദിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്ര അതായത് നമ്മുടെ മനസ്സിലോട്ട് എങ്ങനെയാണ് അതിൽ ഓരോ വാക്കും പറയുന്നത് നമ്മുടെ മനസ്സിൽ ശരിക്കും പതിയുന്ന രീതിയിൽ വളരെ വേണ്ട നമ്മുടെ ഈ താള ലയ ഭാവങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരു എക്സ്പ്രഷനോട് കൂടിയാണ് അവതരിപ്പിച്ചത്. എന്തുകൊണ്ടും വളരെ നല്ലൊരു സെഷനായിരുന്നു. അതിൽ എന്തുകൊണ്ടാണ് ഇത് വേണ്ടത്, എന്താണ് ബ്രസ്റ്റ് ഫീഡിങ്, അത് എവിടെയൊക്കെ ചെയ്യണം, അതിലെവിടെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുന്നു, അതിനെ എങ്ങനെ പരിഹരിക്കാം, ഹോമിയോപ്പതിയിൽ ഏതൊക്കെ മരുന്ന് ഏതൊക്കെ സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ, ഇതെല്ലാം വളരെ കൃത്യതയോടെ നമ്മളൊരു പെർഫെക്റ്റ് പിക്ചർ ഡ്രോയിങ് എന്ന് പറയുന്ന പോലെ
ആ രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചത്. തികച്ചും ഇന്ന് ഈ ഓണത്തിരക്ക് ആയതുകൊണ്ടാണ് ആളൊരല്പം കുറഞ്ഞത്. പക്ഷേ എന്നാലും നാളെ ഈ വീഡിയോ നമുക്ക് ഇടുമ്പോൾ ഒത്തിരി പേര് ഇത് കാണുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ നല്ല ഒരു സെഷനായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ ഇനിയും വരണം. ഈ വേദിയിൽ ഇത്ര കൃത്യതയോടെ അവതരിപ്പിക്കുന്ന ആളായതുകൊണ്ട് അതിലെല്ലാ ഭാഗവും ഉണ്ടെന്നുള്ളതാണ്. സാധാരണ ചിലർ വന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽ പഠിക്കാൻ ഭാഗമൊന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് അവരെ സ്ട്രെസ് ചെയ്യാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പൊതുജനങ്ങൾക്കുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഡോക്ടർമാർക്കുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ചികിത്സയിൽ വേണ്ട കാര്യങ്ങളെല്ലാം പൂർത്തിണക്കിയ ഒരു ക്ലാസ് ആയിരുന്നു. അതിഗംഭീരം തന്നെ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്ദി. നന്ദി ധനേഷ് ഡോക്ടറെ. നമ്മുടെ ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ. ജയചന്ദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാവേ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണേ. ഡോക്ടറെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വളരെ വിശദമായി വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഡോക്ടർ പറഞ്ഞു കൊടുത്തു. അത് നമുക്കും ഇപ്പോഴത്തെ പെൺകുട്ടികൾ നല്ലപോലെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് സ്റ്റുഡൻസ് നല്ലപോലെ കേട്ടറിയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. വളരെ നന്നായിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പം ഈ വല്യമ്മച്ചിമാരൊക്കെ പറയാറുണ്ട്, കുളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പാടില്ല, പിന്നെ കിടന്നുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? കിടന്നുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അവർ ഉറങ്ങിപ്പോകും എന്നുള്ള ആ ഒരു കൺസേൺ ഉണ്ട്. അമ്മമാര് ക്ഷീണമുള്ള അവസ്ഥയാണ്. കിടന്നുകൊണ്ട് പാല് കൊടുത്താൽ അവർ ഉറങ്ങിപ്പോവും. കുട്ടിക്ക് ശ്വാസം മുട്ടി കുട്ടിക്ക് അപകടം വരാൻ അതെ സാധ്യത, അതെ അതെ അങ്ങനെ അങ്ങനെ ഒരു കൺസേൺ ഉണ്ട്. അങ്ങനെ അല്ല, മരണങ്ങൾ നടന്നിട്ടുണ്ട്. നടന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ മാത്രം അടുത്ത് ആളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കേടൊന്നുമില്ല, കിടന്നു കൊടുക്കുന്നതുകൊണ്ട്. പ്രത്യേകിച്ച് സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞവർക്ക് അത് നല്ലൊരു മാർഗമാണ്. അവർക്ക് ആ വുണ്ട് ഹീൽ ആവുന്നത് വരെ കിടന്നു കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ പിന്നെ അതെ, കുളിച്ചോട്ടം പാല് കൊടുക്കാൻ പാടില്ല, കുറെ കഴിഞ്ഞ് കൊടുക്കാവുന്ന പണ്ടത്തെ വല്യമ്മമാര് പറഞ്ഞു കേട്ടു. അതെ പണ്ടത്തെ അമ്മമാര് അത് പറയാൻ കാര്യം ഈ കുഴമ്പ് തേച്ചുള്ള കുളിയൊക്കെ ഉണ്ടല്ലോ, ആ കുളിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ കുഴമ്പിന്റെയൊക്കെ ഒരു അംശം, ആ മരുന്നിന്റെയൊക്കെ ഒരു അംശം ശരീരത്തിൽ ഉണ്ടാവുമല്ലോ കുറച്ചു നേരം വരെ. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അല്ലാണ്ട് നമുക്ക് മെഡിക്കലായിട്ട് അങ്ങനെ ഒരു റീസൺ പറയാനില്ല. ചിലര് പറയുന്ന ബോഡി തണുക്കുമെന്നും, അപ്പൊ മിൽക്ക് ഒത്തിരി തണുക്കാൻ വഴിയുണ്ട് എന്നൊക്കെയാണ് ചിലര് പറയുന്നത്. നമ്മൾ എത്ര കുളിച്ചാലും ബോഡി ടെമ്പറേച്ചറിലായിരിക്കും മിൽക്ക് ഉണ്ടാവുക. അതെ 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 അതെ. പിന്നെ ഈ കുട്ടി പ്രസവിച്ച ഉടനുള്ള കുട്ടിയൊക്കെ മോശം പോകാതിരുന്നാൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? നമുക്ക് പ്രസവിച്ച കുട്ടികൾ മോശം പോകാൻ ബുദ്ധിമുട്ടുണ്ടായാൽ? സൈലീഷ്യ, കാൽക്കേരിയ കാർബൊക്കെ നല്ല മെഡിസിൻസ് ആണ്. ഒരു അനൗൺസ്മെന്റ് സാറേ, ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ IMBHന്റെ 5ാമത് വാർഷികമാണ്. അത് നമ്മൾ ഗംഭീരമായിട്ട് എറണാകുളത്ത് താജ് വ്യൂവിന്റെ ഹോട്ടലിൽ വെച്ച് നടത്തുകയാണ്. സെപ്റ്റംബർ 28-ാം തീയതിയാണ്. 3000 രൂപയാണ് അതിന്റെ രജിസ്ട്രേഷൻ. എല്ലാവർക്കും അറിയാമല്ലോ, താജ് എന്ന് പറയുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര റേറ്റ് ആണ്. പക്ഷേ നമ്മുടെ ഈ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന ഒരു പേരുള്ളത് കൊണ്ട് ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനോടൊന്ന് തന്നെ കുറേ രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞു. ഇനി രജിസ്റ്റർ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരെല്ലാവരും കഴിയുന്നതും വേഗത്തിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് പരസ്പരം കാണാനും നമ്മുടെ അറിവുകൾ പങ്കുവെക്കാനും ഒക്കെ ഉള്ളൊരു അവസരമാണ്. അത് കൂടാതെ അന്ന് വിവിധ സെഷനുകളുണ്ട്. ആ സെഷനുകൾ എല്ലാത്തിലും പങ്കെടുക്കാനും പറ്റും. തീർച്ചയായും എല്ലാവരും രജിസ്റ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അറിയാമോ ഡോക്ടറിലോട്ട്? നമുക്ക് ഗീത മാഡം കൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മാഡം അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. മാഡം ഡോക്ടർക്ക് ഒരു നന്ദിയും കൂടെ പറയണേ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഡോക്ടറെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു, ഹൈലി ഇൻഫർമേറ്റീവ്. ഡോക്ടറിന്റെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ന്യൂക്ക് ആൻഡ് കൗണ്ടർ അനലൈസ് ചെയ്ത് സംസാരിച്ചു. നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പല പല പോയിന്റ്സും അതിൽ നിന്ന് കിട്ടി. സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് പറയാം.
പിന്നെ എൻ്റെ അനുഭവത്തിലുള്ള കാര്യം പറയുന്നത്, ചൈൽഡ് റെഫ്യൂസസ് മിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ മിൽക്കിന്റെ ടേസ്റ്റിലുള്ള ഡിഫറൻസ് കൊണ്ടും കുട്ടി റെഫ്യൂസ് ചെയ്യാം. ചിലപ്പോൾ പുളിയോ കയ്പോ ബ്ലഡിന്റെ ടേസ്റ്റ് അതൊക്കെ നമ്മുടെ ചില മെഡിസിനിൽ പറയുന്നുണ്ടല്ലോ. സവർ ടേസ്റ്റ് അസിറ്റിക് ആസിഡിന് പറയുന്നുണ്ട്. പിന്നെ ബിറ്റർ എന്ന് പറഞ്ഞ് റിയത്തിന് പറയുന്നുണ്ട്. റിയ മിൽക്ക്, ബ്രസ്റ്റ് മിൽക്ക് ബിറ്റർ. പിന്നെ അതുപോലെ തന്നെ ബ്ലഡി ആയിട്ടുള്ള ഏർലി സ്റ്റേജസിലൊക്കെ ബ്ലഡി ആയിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് വരുവാണെങ്കിൽ ക്യാമോമില്ലയും ഫൈറ്റലൊക്കെയൊക്കെ ഇൻഡിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അത്രയേ ഉള്ളൂ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു, ഹൈലി ഇൻഫർമേറ്റീവ്. ഡോക്ടർ ഇനി ഇതുപോലുള്ള സബ്ജക്റ്റുമായിട്ട് വരണം. FPHന്റെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഡോക്ടർക്ക് നന്ദി പറയുന്നു. ഗീതാ മാഡം നമ്മുടെ ഈ ട്രിവാൻഡ്രം ഹോമിയോപ്പതിക് മെഡിക്കൽ എന്റെ കോളേജിലെ ടീച്ചറാണ്. ഞാൻ അറിയില്ലെന്ന് കരുതി പറയാൻ വന്നതാ. മനസ്സിലായല്ലോ. ഞാൻ ശബ്ദം കേട്ടാൽ അറിയാലോ. അറിയാമല്ലോ അല്ലേ. വീഡിയോ ഓൺ ചെയ്തില്ല. മനസ്സിലായില്ലെന്ന് വിചാരിച്ചു ധനലക്ഷ്മിക്ക്. താങ്ക് യു ടീച്ചറെ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു ധനലക്ഷ്മി, വളരെ നല്ല. ടീച്ചറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കോംപ്ലിമെന്റ് കിട്ടുന്നത് വലിയ കാര്യമാണ്. നന്ദി ഗീത മാഡം. എന്തായാലും ഡോക്ടറുടെ സമയം കഴിഞ്ഞു. അതുപോലെ ആദ്യത്തെ ക്ലാസ് വളരെ ഭംഗിയായിട്ട് നടന്നു. ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളുമായിട്ട് ഡോക്ടർ വീണ്ടും വരണം. എന്തായാലും നമ്മുടെ ഈ 1825 പ്രതിദിന സൂം വെബിനാർ ഇത്രയേറെ ഭംഗിയാക്കിയ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അഞ്ചാം വാർഷികം ഒന്നും കൂടെ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.